എത്ര നാളായി മോനെ കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? ബാ വന്നിരി, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ബാ ഇരിക്ക്. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? ഇരി. മോൻ എന്ന് വന്ന്? ഇങ്ങനെ വന്ന അതാ 2-3 ദിവസം മുന്നേ വന്ന. അണ്ണൻ കണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. മോൻ്റെ വീട് മോൻ ഇഷ്ടമുള്ളപ്പോൾ വരാം, മോൻ ഇഷ്ടമുള്ളപ്പോൾ പോവാം കേട്ടോ. മോനെ, പലരും എന്നോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ഇവിടെ ഈ അണ്ണൻ്റെ വീട്ടിൽ വന്ന് കാത്തിരിക്കുന്നതെന്നുള്ളത് ചോദിച്ചു. ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്ക് അല്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട് മോനെ. ഞാനും അണ്ണനുമായിട്ട് തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അതൊരിക്കലും അറിയുകയില്ല എന്നതാണുള്ളത്. അന്ന് ഞാൻ തമ്മിൽ വലിയ ബന്ധമാണ്, വലിയ കൂട്ടുകാരൻ. കൊച്ചിലെ തൊട്ട് എനിക്ക് അണ്ണൻ്റെ ജീവനാണ്. അണ്ണൻ്റെ അമ്മയും അണ്ണൻ്റെ അച്ഛനും ഒക്കെ എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ മോനെ. ഞാൻ ജാതി താഴ്ന്ന ആളൊക്കെ ആയിരിക്കാം, പക്ഷെ അതല്ല, അണ്ണൻ്റെ വീട്ടുകാരെനിക്ക് അത്രയ്ക്ക് സ്നേഹം തന്നിട്ടുണ്ട് മോനെ. മോനെ, അണ്ണൻ ഞാനും ഒക്കെ ഉണ്ടല്ല, ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളോട് നേരിട്ടിട്ടുണ്ട് മോനെ. ഇതൊന്നും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിക്കാൻ വിട്ടത് കേട്ടോ. പഠിക്കാനൊന്നും വലിയ താല്പര്യം അന്ന് എനിക്കും ഇല്ല, അണ്ണനും ഇല്ല. ഞങ്ങൾക്ക് ഈ ഊര് ചുറ്റിലായിരുന്നു മെയിൻ പരിപാടി. ഞങ്ങളുടെ ഉത്സവങ്ങൾ കൊണ്ടാണ്. ഓരോ ഉത്സവത്തിന് പോവുക, ആനയെ വായി നോക്കി നിൽക്കുക, പൂരപ്പറമ്പിലൊക്കെ ചുറ്റി നടക്കുക, അതൊക്കെ തന്നെ. ഇപ്പോൾ കൊല്ലം പൂരത്തിന് പോകൽ, പിന്നെ വേലകളി കാണാൻ പോകൽ, ഓച്ചിരക്കാരെ കാണാൻ പോകൽ, തിടമ്പേറ്റിൻ്റെ അടുത്ത് നമ്മൾ ഉടനെ അവിടെ എത്തിയിരിക്കും. പിന്നെ നമ്മുടെ വല്ലത്തമ്പലത്തിലെ ഉത്സവത്തിന് നമ്മൾ മുമ്പിൽ കാണും. ചുമ്മാ പോണേയില്ല കേട്ടോ, അവിടെ പോയി എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആളിനാളായിരുന്നു ഞാനും അണ്ണനൊക്കെ. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അന്നദാനമൊക്കെ കഴിച്ച് സമാധാനത്തോടെ പിരിയും. പിന്നെ മോനെ, അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഭക്ഷണം തന്നെയായിരുന്നു മോനെ പ്രധാനം. കാരണം അന്ന് അണ്ണൻ്റെ വീട്ടിലുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാലും ഭക്ഷണം ഒരു പ്രശ്നമായിരുന്നു മോനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പണികൾ എടുത്തിട്ടുണ്ട്. ജാതിക്ക വറുക്കലുണ്ട്, മാങ്ങ വറുക്കലുണ്ട്, പിന്നെ ഒരു വീട്ടുകാർക്ക് മലക്കറി വേണമെന്നുണ്ടെങ്കിൽ ആ മലക്കറി വാങ്ങിച്ചു കൊടുക്കലുണ്ട്, തേങ്ങ പൊതിച്ചു കൊടുക്കാറുണ്ട്, പിന്നെ പറമ്പ് വൃത്തിയാക്കൽ എല്ലാം ഞങ്ങൾ ചെയ്തിരുന്നു മോനെ. മിക്ക വീട്ടുകാരും ഭക്ഷണമാണ് തരുന്നത്, അന്നം തന്നെ പ്രധാനം. ചില സമയങ്ങളിലൊക്കെ ചില വീട്ടുകാർ 5-10 പൈസയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു രീതി അതായിരുന്നു. ഞങ്ങൾക്ക് ആ ഒരു ഒരു സ്കൂള് ചട്ടക്കൂട് അതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ചെറിയ കച്ചവടം, അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് കച്ചവടം തുടങ്ങി. പിന്നീട് വലിയ കച്ചവടമാകാൻ തുടങ്ങി മോനെ. അങ്ങനെ നമ്മൾ ആ ഒരു വഴിയിലോട്ടങ്ങ് പോയി. ഞങ്ങൾക്ക് ഏകദേശം എനിക്കൊരു 18 വയസ്സായി കാണും. അങ്ങനെ ഏതാണ്ട് അത്രയൊക്കെ ആ സമയത്ത് കാണും. ആ സമയത്ത് ഞാനും അണ്ണനും കൂടെ കൊല്ലം പൂരത്തിനൊരിക്കൽ പോയി. സ്ഥിരം പോകുന്നവരെ പോയി. നല്ല പൂരമാണ് കേട്ടാ മോനെ. എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് പോകണമാണ്. ഞാൻ അവിടെ വെച്ച് ആദ്യമായിട്ട് എൻ്റെ കമലമോളെ കാണുകയാണ്. ദൂരത്ത് നിന്ന് നോട്ടം കണ്ടോളൂ മോനെ. അത്രയ്ക്ക് പറഞ്ഞു പോയാണ് എൻ്റെ മനസ്സിൽ. നീണ്ട മുഖം, നീളമുള്ള കണ്ണുകൾ, ചുരുളം മുടി, നല്ല ചിരി, എൻ്റെ കൊട്ടത്തിൽ ചിമ്മിക്കി കൂടി എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. അണ്ണനോട് ഞാൻ കാര്യം പറഞ്ഞു. എൻ്റെ മനസ്സിൽ നമ്മൾ പോയില്ല മോനെ, അത്രയ്ക്ക് അങ്ങോട്ടൊക്കെ പതിഞ്ഞു. എനിക്ക് ആഗ്രഹിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് അവരൊക്കെ വലിയ ആൾക്കാർ. ഞാൻ പ്രണയിച്ചു മോനെ, അവിടെ പ്രണയിച്ചു. 2 കൊല്ലം പ്രണയിച്ചു.
3-ാം കൊല്ലം പോലെ തന്നെ നമ്മളെ കെട്ടിയെന്ന് പറയുന്നില്ല, ഞങ്ങളെ തട്ടിക്കൊണ്ടുവന്നു അവളെ. എനിക്കിവിടെ ഈ വല്ലത്തപ്പൻ വെച്ചിട്ട് തലയിട്ട് പോലെ സന്തോഷമായിരുന്നു ഞങ്ങളുടെ ജീവിതം. പക്ഷേ ആ കല്യാണത്തിന് വേണ്ടി ഞാനും അണ്ണനും ഒക്കെ ഒരുപാട് അടികൊണ്ട് പോകാൻ, ഒരുപാട് അടികൊണ്ട്. പ്രധാന പ്രശ്നം ഈ ജാതി പ്രശ്നം തന്നെ. എന്നെയൊക്കെ ഒരുപാട് അതൊക്കെ വീട്ടുകാർ തല്ലി. പിന്നെ ഞാൻ ആദ്യം വീട്ടുകാരെല്ലാം എന്നൊക്കെ വെച്ച് കുറേ തല്ലുകൊണ്ട് പിന്നെ സഹിക്കാതായപ്പോൾ ഞാനും അണ്ണനും കൂടെ ഒരു പോക്കം പോയി ആങ്ങളമാരെല്ലാം അടിച്ച് നേപ്പാക്കി. അതിനുശേഷം പിന്നെ അമ്മാരി നാട്ടിൽ വന്നിട്ടില്ല. പിന്നെ മോനെ കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓരോ കഷ്ടപ്പാടുകളായിരുന്നു. തടിക്കച്ചവടം ചെയ്തു, പലചരക്ക്, മീൻ കച്ചവടം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാശുണ്ടാക്കി, നേരായ വഴിയും അല്ലാത്തതിലൂടെ എല്ലാം കാശുണ്ടാക്കി. പോലെ നല്ലൊരു മാളികയും പണിത് എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ട്. 22ാമത്തെ വയസ്സിൽ ഞാൻ തന്തേ അതാണ് എൻ്റെ അനിമ. എനിക്കറിയാമല്ലോ, അവനവിടെ വീട്ടിലെല്ലാം മാറിയാണ് താമസിക്കുന്നത്. പാവമായി സാധാരണ ജീവിതമാണ് അവൻ നയിക്കുന്നത്. പോട്ട് അപ്പോൾ ഞാൻ ആ കാലഘട്ടം ഏകദേശം ഒരു 16 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു നല്ലതാണോ അതോ എന്തോ അതുകൊണ്ടാണെന്തോ ഒരു മോശം സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. ഞാനൊരു തടിമില്ല് പുതിയതായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ അത് കച്ചവടം അത്ര പോരാ, എനിക്ക് കുറേ ബാധ്യതകളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ സമയത്ത് ഇങ്ങനെ ബാധ്യതകളൊക്കെ വരുമ്പോൾ നമ്മൾ പലിശക്കാരൻ ശശി നോക്കിയിട്ടുണ്ടോ, മേലേനാൽ ശശി, അവൻ്റെ അടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. ഞാനും പോയി അവരുടെ അടുത്ത് കുറച്ച് ലക്ഷങ്ങൾ തന്നെ കടം വാങ്ങിച്ചു കൊടുത്തു. കുറേയൊക്കെ കൊടുത്തു തീർത്തു, കുറേയൊക്കെ കൊടുത്തു തീർത്തു. പക്ഷേ എപ്പോൾ പറഞ്ഞാലും പലിശയായോളണ്ട ഇത് തന്നെ അവൻ പറയും. നമ്മൾ എനിക്ക് പരിചയത്തുകാരനല്ലേ, അയലത്തുകാരനല്ലേ, അല്ലെങ്കിൽ ബന്ധുക്കാരനല്ലേ, പോട്ട് അവനെ കള്ളം പറയുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അവൻ്റെ കണ്ണ് തിരുമ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ബുധനാഴ്ച കർക്കിടക മാസം, നല്ല മഴയുള്ള രാത്രി, ഈ മേലേനാൽ ശശി ഇവൻ്റെ 2 കൂട്ടുകാരിൻ്റെ വീട്ടിലോട്ട് കയറുന്നു. ഞാൻ പുറത്ത് വന്ന് എന്തേടാ ശശി എന്താ പ്രശ്നം, അവൻ വന്നെൻ്റെ ഉടുപ്പെ പിടിച്ച് താഴെയിട്ട് മോനെ എടുക്കട കഴിവറുടെ പോലെ നിനക്ക് തന്ന കാശ് നിന്റെ തന്നെ ഉണ്ടാക്കിയ വകയാണോടെ നാറിയുന്നു 2 തല്ല്. ഞാൻ അവനോട് പറഞ്ഞു, മോനെ നിനക്ക് തരാനുള്ളത് അവൻ പറയാൻ സമ്മതിച്ചില്ല. മോനെ എൻ്റെ നാട്ടിൽ പൊളിച്ച പാവം എൻ്റെ അനിമ ഇത് കണ്ട് സഹിക്കാൻ വയ്യാത്ത അവരുടെ കയ്യിൽ നിന്ന് കയറി പിടിച്ച് അണ്ണാ തല്ലെഴുതണ്ട അച്ഛന് തല്ലെഴുതണ്ണാകുമ്പോൾ ആ പൊലയടിമൺ ആ കൊച്ചിന് വഴി താഴെ ഇട്ട് പോലെ നമ്മൾ വഴി ഇങ്ങനെ നിരച്ചിട്ടുണ്ട്. അവൻ്റെ തലയ്ക്ക് കൂടെ ഉള്ള 2 നാറികൾ ചവിട്ടി. ഞാനത് കണ്ടോണ്ട് നിന്നു. ഞാൻ വാവിട്ട് കരഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടിട്ട് ഇവിടുത്തെ അണ്ണൻ ഓടി വന്നു. അണ്ണൻ ചോദിച്ച്, ശശിമോനെ എന്താണ് പ്രശ്നം, കാശ് എത്ര ഉണ്ടെങ്കിൽ തരാൻ അണ്ണൻ പറഞ്ഞു. അവൻ കേട്ടില്ല. ആദ്യം ഓശാരം അവന് വേണ്ട. പ്രാവുകാരിമാർ തെക്ക് മൂക്കൊക്കെ ഇടിച്ച് ചോര കിടക്കുന്നുണ്ട് പോലെ. അണ്ണൻ ചോദിക്കാൻ വന്നപ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അണ്ണൻ്റെ വലത്തെ കാൽ തല്ലി ഓടിച്ചു പോലെ. കൂടെ ഒരു ഔതാന്ന് പറഞ്ഞ നാറിയുണ്ട്. അണ്ണൻ്റെ വലത്തെ കാൽ അടിച്ച് ഇഞ്ചപ്പരവുമാക്കി പോലെ. ഇപ്പോഴും അങ്ങനെ കാലിന് സ്വാധീനപ്പെടുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് മേളിലാശയ്ക്ക് എൻ്റെ ഭാര്യയെ കയറി പിടിച്ചു. എൻ്റെ കമലമാള എൻ്റെ മുമ്പിലിട്ട് പീഡിപ്പിച്ചു. നാറി പിന്നെ വിടുവോ മോനെ? എൻ്റെ സമനില മൊത്തം പോയി മോനെ. നമ്മുടെ അണ്ണൻ്റെ അച്ഛൻ എനിക്കൊരു വാള സമ്മാനമായിട്ടുണ്ട്. ഞാൻ എടുത്തകത്തോട്ട് വാളെടുത്തോളൂ. എൻ്റെ നെറ്റിയൊക്കെ പൊട്ടിച്ച് നിങ്ങൾ ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ വാളെടുത്ത്
പെട്ടവനെ രണ്ടായിട്ട് അവനെ പെട്ടഞ്ച് കിടന്നുണ്ട്. പക്ഷെ ആ സമയത്തേക്ക് അപ്പോൾ എഴുതിച്ച മോൻ എൻ്റെ മോളെ ചവിട്ടി പോലെ പോയി. ഒരു തീരുമാനം കിട്ടിയ പറഞ്ഞത് ഒരു മൊത്തം ചോരയായി. ജീവിതം ഒരിക്കലും അങ്ങനെ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനായി. കാലഘട്ടം അങ്ങനെ അവസാനിച്ചു. പക്ഷെ 14 കൊല്ലമാണ് എൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ഞാൻ കിടന്നത്. കഴിഞ്ഞ ആഴ്ച മോനെ ഞാൻ വന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ലോകവും ഈ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കുകയാണ് തന്നെ. മോനെ ഇനി ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോകല്ലേ, അത് നടക്കട്ടെ. നാളെ മേലേന ശശിയുടെ പിന്തലമുറക്കാരെ കാണാൻ വേണ്ടിയിട്ട് ഞാനും ഇവിടുത്തെ അണ്ണനും പോകുന്നുണ്ട് മോനെ. അമ്മാരെ വിശദമായിട്ട് പരിചയപ്പെടാൻ, മുഖത്തോട് മുഖം നോക്കി ഒന്ന് കാണാൻ. ചില കണക്കുകളൊക്കെ തീർക്കണ്ടേ മോനെ. അപ്പോൾ ആട്ടെ. മോൻ അത്തോട്ട് ചെല്ലും കേട്ടോ, അച്ഛനെയൊക്കെ സഹായിക്കും. നാളെ അണ്ണനും ഞാനും കൂടെ ഒരു പോക്കുണ്ട്, മോൻ കാണുന്ന ഇവിടെ കേട്ടോ.